UAE-യിൽ നിന്ന് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഉയർന്നെത്തിയ ഒരു സഹോദരിയുണ്ട്, നൂറ അൽ മത്രൂഷി. അവരെ ഞാൻ പരാമർശിക്കാനുള്ള കാരണം, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്തപ്പോഴും അവർ നന്നായി തലമറച്ചിരുന്നു. തലമറയ്ക്കുക എന്ന് പറയുന്നത് ഞാൻ ഉയർന്നു പോകുന്ന എൻ്റെ മേഖലകളിൽ ഒരിക്കലും തടസ്സമല്ല എന്ന ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രമൊന്നുമല്ല, മലബാറിൽ മാത്രമൊന്നുമല്ല, എത്രയോ മുസ്ലിം IAS-കാരുണ്ട്. തലമറച്ച, ഹിജാബ് ധരിച്ച എത്രയോ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, എത്രയോ ഉന്നത കലാലയങ്ങളിൽ വലിയ സ്ഥാനം കൈയാളുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഉയരാൻ ഒരിക്കലും നമ്മുടെ മതകീയ ചിഹ്നങ്ങൾ തടസ്സമല്ല എന്നൊരു കാര്യമാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, പുരുഷന്മാരിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ താടി നന്നായി വളർത്തിയ, മനോഹരമായി താടി വെച്ച എത്രയോ മുസ്ലിം പുരുഷന്മാർ നല്ല ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. വേണ്ട, മതകീയ ചിഹ്നങ്ങളിൽ വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് പുരുഷന്മാരുടെ തലമറയ്ക്കുക എന്ന് പറയുന്നത്. ഞാൻ ഈ തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. എത്രയോ ഇടങ്ങളിൽ ഡോക്ടേഴ്സ് തലമറച്ചുകൊണ്ട് രോഗികളെ പരിശോധിക്കുന്നുണ്ട്, ഗവൺമെൻറ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എൻ്റെ അധ്യാപനം, ഞാനൊരു കോളേജിൽ അധ്യാപനം നടത്തുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഭൂരിഭാഗവും ഹൈന്ദവരായ കുട്ടികളാണ്. അവർക്കൊന്നും ഇതിൽ പ്രശ്നമില്ല കേട്ടോ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ തലമറയ്ക്കാറുണ്ട്. ഞാൻ നന്നായി തലപ്പാവ് ധരിച്ച് ഭംഗിയിൽ തന്നെയാണ് അവർക്ക് ക്ലാസ് എടുക്കുന്നത്. ഇതൊരിക്കലും എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായിട്ടില്ല. മതകീയ ചിഹ്നങ്ങൾ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാകും എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അത് യഥാർത്ഥത്തിൽ ഭരണഘടനയ്ക്ക് എതിരാണ്. ഇല്ല, യു ക്യാൻ പ്രാക്ടീസ് യുവർ റിലീജിയൻ. നിങ്ങൾക്ക് മതം പ്രചരിപ്പിക്കാം, അതനുസരിച്ച് ജീവിക്കാം, അത് പ്രാക്ടീസ് ചെയ്യാമെന്ന് കൃത്യമായി ആർട്ടിക്കിൾ 25 ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായി തന്നെ നമുക്കിങ്ങനെ പഠിപ്പിച്ചു തരികയാണ്. അപ്പം അങ്ങനെയുള്ളൊരു നാട്ടിൽ നിൽക്കുമ്പോൾ എത്രമേൽ മനോഹരമായി നമുക്ക് നമ്മുടെ മതം പ്രാക്ടീസ് ചെയ്യാം. ഇതൊന്നും അറിയാതെ വായപോയ കോടാലികളായി മാറുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട്. നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഒപ്പമല്ല നിൽക്കേണ്ടത്. അത് എറണാകുളത്തെ ചില രാഷ്ട്രീയക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ഞാനീ പറയുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളുകളായി മാറാതെ നിങ്ങൾ നീതിയുടെ, ഭരണഘടനയുടെ, തുല്യതയുടെ, ഇക്വാലിറ്റിയുടെ ഭാഗമായി നിങ്ങൾ നിന്നാൽ നിങ്ങൾക്കും ഇതിൽ അന്തസ്സുള്ളവരായി മാറാൻ കഴിയും. ഇനി ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നാട്ടുകാരെ നന്നാക്കാനൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. നമ്മുടെ കുടുംബത്തിൽ കൃത്യമായി ഹിജാബ് ധരിക്കുന്ന എത്ര സഹോദരിമാരുണ്ട്? ഭാര്യ, ഉമ്മ, മകൾ, ഇവരിൽ എത്ര പേർ കൃത്യമായി തലമുടി മുഴുവൻ മറച്ച് ഹിജാബ് ധരിക്കുന്ന ആളുകളുണ്ട്? ഒരു മുടി പോലും പുറത്ത് കാണിക്കൽ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമാണ്. ഇത്രമേൽ പ്രശ്നങ്ങൾ നമുക്കെതിരെ വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അള്ളാഹുവിൻ്റെ മതം അന്തസ്സല്ലാതായി മാറിയത് കൊണ്ടാണ്. നമുക്കെപ്പോഴാണോ അള്ളാഹുവിൻ്റെ മതം അന്തസ്സല്ലാതായി മാറുന്നത്, ആ നിമിഷം അള്ളാഹു നമ്മെ തരം താഴ്ത്തി കളയുമെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്രമേൽ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഇന്ന് ഒരു IT കമ്പനിയിലേക്ക് ജോലിക്ക് പോകുന്നൊരു പെൺകുട്ടി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ചെറിയ ജോലി കിട്ടിപ്പോകുന്നൊരു പെൺകുട്ടി, തലയിൽ നിന്ന് ആദ്യം അവൾ എടുത്തു മാറ്റുന്നത് ഹിജാബായിരിക്കും. ആദ്യം ചെറിയൊരു ഷോൾ, പിന്നെ അത് കഴുത്തിലേക്ക് വരും, ഇല്ലേ? തലമറയ്ക്കുക എന്ന് പറയുന്ന സംഗതി എന്തോ കുറച്ചിലായി അവൾ കണ്ടു. അതിലൂടെ അവൾ അള്ളാഹു തരം താഴ്ത്തി കളയുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ എത്രമേൽ കൃത്യമാണ് കാര്യം. അപ്പോൾ ആദ്യം നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാക്കൾ ഇവരൊക്കെ നന്നായി തലമറയ്ക്കുന്നവരാണെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവർക്ക് കൃത്യമായി ദീനീ ബോധം നൽകണം, ധാർമ്മികമായ വിദ്യാഭ്യാസം കൊടുക്കണം. ഇനി വേണ്ടെന്നേ, ഏറ്റവും പ്രാമുഖ്യമുള്ളൊരു സംഗതിയാണ് നിക്കാഹ് എന്ന് പറയുന്നത്, ഇല്ലേ? നിക്കാഹു മിൻ സുന്നത്തി. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു പള്ളി സെക്രട്ടറിയുടെ മകളുടെ വിവാഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോലാഹലം കണ്ടു. യാ അല്ലാഹ്, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് അവിടെ, എന്തെല്ലാം പേക്കൂത്തുകളാണ് അവിടെ. എല്ലാം കഴിഞ്ഞ് പെണ്ണിനെ ഒരു മഞ്ചലിൽ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. എവിടെ അവളുടെ തലയിൽ ഒരു ഹിജാബ്? എവിടെ? മാതൃകായോഗ്യരാകേണ്ട ഉലമാക്കളും ഉമറാക്കളും പോലും കൃത്യമായി ദീനീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ അള്ളാഹുവിൻ്റെ അതികഠിനമായ അദാബിനെ നമ്മൾ സൂക്ഷിക്കണ്ടേ? നമുക്കൊരു ബോധം വേണ്ടേ ചങ്ങാതിമാരെ? നിക്കാഹ് മിൻ സുന്നത്തി. നിക്കാഹ് എൻ്റെ ശരീരമാണ്. നിക്കാഹ് എന്ന് പറയുന്നത് ഒരു ആരാധനയാണ്, പേക്കൂത്തുകൾക്കുള്ള ഇടമല്ല. സന്തോഷിക്കേണ്ടെന്നല്ല കേട്ടോ. ഇസ്ലാം വെച്ചിട്ടുള്ള ബൗണ്ടറിക്ക് അകത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സന്തോഷിക്കാം, അതിനപ്പുറം പോകരുത് എന്നാണ്.
ആ നിക്കാഹിനെ മലീമസമാക്കുന്ന എത്രയെത്ര മോശം ചടങ്ങുകൾ, അത് മറ്റൊരു വിഷയമാണ്. ആരാണ് നിങ്ങളോട് പറഞ്ഞത് നിക്കാഹിൻ്റെ ദിവസം പെണ്ണിനെ തലമറക്കേണ്ടതില്ല എന്ന്? എന്നാൽ ഞാൻ ഈ അടുത്തൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന് പോയി. യത്തീമായ ഒരു കുഞ്ഞാണ്. അവളെ വേദിയിലേക്ക് അങ്ങനെ കണ്ടിട്ടില്ല. അൽഹംദുലില്ലാ, അന്യപുരുഷന്മാർ നിൽക്കുന്നിടത്തേക്ക് ഡാൻസിനും പാട്ടിനും കൂത്തിനൊന്നും അവൾ വന്നിട്ടില്ല. ഉച്ച സമയമായപ്പോൾ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്നാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ കേട്ടത് എത്രയോ വർഷങ്ങൾക്ക് ഇപ്പുറമാണെന്നറിയോ? അങ്ങനെയും കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മതം ഇസ്സത്തായാൽ അള്ളാഹു നമുക്ക് ഇസ്സത്ത് തരും. നമ്മൾ അള്ളാഹിൻ്റെ മതത്തിന് വില കൽപ്പിക്കാതിരുന്നാൽ, ഈ ഹിജാബ് എന്ന് പറയുന്ന മനോഹരമായ ആവരണത്തെ നമ്മൾ വില കൽപ്പിക്കാതെ പോയാൽ അള്ളാഹു നമ്മെ തരം താഴ്ത്തിക്കളയുമെന്നത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമുക്കൊരു പാഠം കൂടെയാണെന്ന് മനസ്സിലാക്കണം. എല്ലായിടങ്ങളിലും നമ്മുടെ മക്കളിൽ എത്ര പേർ കോളേജിൽ പോകുന്നുണ്ട്? കൃത്യമായി ഒരു മുടി പോലും പുറത്ത് കാണാതെയാണോ നമ്മുടെ മക്കൾ തലമറയ്ക്കുന്നത്? എത്ര പാരൻസിന് ഉറപ്പ് പറയാൻ പറ്റും? നാളെ ഈ മക്കൾ നമുക്കെതിരാകുന്നൊരു നിമിഷമുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്. മാത്രമല്ല, പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ കാലിൻ്റെ അടിയിലേക്ക് നീ ഒന്ന് ഇട്ട് തരണേ അല്ലാ. ഏത് സ്വർഗത്തിൽ പോയിട്ടുള്ള ചിലപ്പോൾ ഹാജിയാരായിരിക്കും ബാപ്പ, ആ ബാപ്പാനെ പിടിച്ചുകൊണ്ടൊന്ന് ഞങ്ങളുടെ കാലിൻ്റെ അടിയിൽ ഇട്ട് തരണയല്ല, ഞങ്ങളൊന്ന് ചവിട്ടി മെതിക്കട്ടെ. ഈ മാതാപിതാക്കൾ കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ആയത് എന്ന് മക്കൾ വിളിച്ചു പറയുന്നൊരു ദിവസം വരാനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു എത്രമേൽ കൃത്യമായി നമ്മളെ ബോധവൽക്കരിക്കുന്നുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാറി ചിന്തിച്ചിട്ടില്ല എങ്കിൽ, ഇത്തരം സന്ദർഭങ്ങൾ നിരന്തരം അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിട്ടും ഇതൊന്നും പാഠങ്ങളാകുന്നില്ല എങ്കിൽ എന്തു മറുപടി പറയാനുണ്ട് അള്ളാഹിൻ്റെ മുമ്പിൽ? അതുകൊണ്ട് ഇപ്പോൾ ഒരു ഹിജാബ് വിഷയം നമുക്ക് വീണ് കിട്ടി. നമ്മൾ ഉറപ്പിക്കണം, എൻ്റെ കുടുംബത്തിൽ ഒരൊറ്റ മുടി പോലും പുറത്ത് കാണിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടാവില്ല. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. ദീനി വിഷയങ്ങൾ അവർക്ക് ഞാൻ കൃത്യമായി ബോധവൽക്കരിച്ചു കൊടുക്കും. കേൾക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കണം, ഒരു നല്ല മുസ്ലിമത്തായ പെൺകുട്ടിയാണെങ്കിൽ ഒരിക്കലും ഒരു മുടി പോലും അവൾ പുറത്ത് കാണിക്കില്ല. അവരുടെ മാന്യത മുടി മുഴുവൻ മറയ്ക്കൽ തന്നെയാണ്. ഇതാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനം. ആ അധ്യാപനത്തിൽ ഉറച്ചു നിന്ന് ഞാൻ ജീവിക്കും. എൻ്റെ മേലുള്ള ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അവൾ ജീവിക്കും. അപ്പോൾ ഇത്തരം അവസരങ്ങളൊക്കെ നമുക്ക് നന്നാകാനുള്ള ഒരു വഴിയും കൂടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ഉയർച്ചയ്ക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായമായേക്കാം ചിലപ്പോൾ അള്ളാഹിൻ്റെ ദീനിനെ നമ്മൾ കൂടുതൽ പരിഗണിക്കുകയാണെങ്കിൽ. എത്രയോ പേരങ്ങനെ ഉയർന്നിട്ടുണ്ട്. ഒരിക്കലും മതചിഹ്നങ്ങൾ ഉയർച്ചയ്ക്ക് തടസ്സമല്ല. തടസ്സമാണെന്ന് തോന്നിത്തുടങ്ങുന്ന നിമിഷം നമ്മുടെ തകർച്ചയുടെ തുടക്കമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.